നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ജലനിധി കുടിശ്ശിക വരുത്തി പണമടയ്ക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിച്ചതിൽ പ്രതിഷേധം. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജലനിധി കുടിശ്ശിക വരുത്തി പണം അടയ്ക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിച്ച അന്നമനട ഗ്രാമപഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങളായ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. KK രവി നമ്പൂതിരി, KA ഇക്ബാൽ, ടെസി ടൈറ്റസ്, EK ഷിജു, സുനിത സജീവൻ, ലളിത ദിവാകരൻ, ആനി ആൻഡു എന്നിവർ പങ്കെടുത്തു. ഈ പഞ്ചായത്തിൽ ജലനിധിയുടെ പ്രവർത്തനം അവതാളത്തിലായിട്ട് അതിനെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങളോ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. അന്നമനടയെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് വലിയ ക്ഷാമമില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ, പാടത്തോടനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ, പൊക്ക പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നുള്ളവരുണ്ട്. ഇപ്പോൾ വെണ്ണുപ്പാടം 4-ാം വാർഡിൻ്റെ ഭാഗം, അതുമാതിരി 15-ാം വാർഡിൻ്റെ ഭാഗം, മലയാങ്കുന്ന്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ പാടത്ത് താമസിക്കുന്നവർക്ക് വെള്ളം കിട്ടാൻ പ്രയാസമാണ്. അവർക്കത് നല്ല വെള്ളം കുടിക്കാൻ പോലും അയലക്കത്ത് പോലും കൊണ്ടുവരാൻ പറ്റില്ല. മറ്റേത് ഇപ്പോൾ നമ്മുടെ സാധാരണ പ്രദേശങ്ങളിൽ ഇവിടെ വെള്ളം അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കിട്ടും, അല്ലെങ്കിൽ അയലക്കത്തെ കിണറിൽ പോയി വെള്ളം കൊണ്ടുവരാം. പക്ഷേ പാടപ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക്, ഏറ്റവും നിർദ്ധരായ ആൾക്കാർക്ക് വെള്ളം കിട്ടാൻ യാതൊരു ചാൻസുമില്ല. കുഴൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബിജി സാജു അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി മുഖ്യാതിഥിയായിരുന്നു. റാണി പൗലോസ്, രജനി മനോജ്, ഷിജി യാക്കോബ്, വിജി വിൽസൺ, PS സന്തോഷ് കുമാർ, സിൽവി സേവ്യർ, സേതുമോൻ ചിറ്റേത്ത്, ബിനോയ് പൗലോസ്, റോസ്മി രാജു, നന്ദിത വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് VKR മാർട്ടിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. VKR മാർട്ട് മാള ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചടങ്ങ് മാള ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ യദു കൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AA അഷഫ്, മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബെന്നി, മാള സ്മാർട്ട് സെന്റർ ചെയർമാൻ AK സാദിഖ്, ഡോക്ടർ രാജീവ്, ഡോക്ടർ ജോളി അമ്പൂക്കൻ എന്നിവർ സംസാരിച്ചു. 1-ാം സമ്മാനം റെഫ്രിജറേറ്റർ, 2-ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 3-ാം സമ്മാനം LED TV, 4-ാം സമ്മാനം മൈക്രോവേവ് ഓവൻ, 5-ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ ഉൾപ്പെടെ 20ഓളം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. പല വർണ്ണങ്ങളിലുള്ള വേഷങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ഓടക്കുഴലുമായി ഉണ്ണിക്കണ്ണന്മാരും രാധാമാരും ഗോപികമാരും അണിനിരുന്ന ശോഭായാത്ര കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയായി. കൊച്ചുകടവ് ത്രിവിക്രമപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. കുട്ടികളുടെ കായിക മത്സരങ്ങൾ, ശോഭായാത്ര, ദീപാരാധന, കുചേല സംഗമം, നാമജപം എന്നിവ നടന്നു. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ശോഭായാത്ര, ഉറിയടി, ഗോപികാ നൃത്തം, കോൽക്കളി തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. കാളിയാർക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ശോഭായാത്ര അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു. മാള തൻകുളം വീപ്പാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര പ്ലാവിൻമുറി ജംഗ്ഷൻ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു. കിഴക്കിനിയടത്ത് നാരായണൻ നമ്പൂതിരി, ഗോദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദീപാരാധന, ഉറിയടി, പ്രസാദ വിതരണം എന്നിവ നടന്നു. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് മേഖലയിലെ 6 കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കോണത്തുകുന്ന് ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് മഹാശോഭയാത്രയെ മനക്കലപ്പടി പുതിയകാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. പ്രഭാഷണം, പ്രസാദ വിതരണം, ഭജന എന്നിവയുണ്ടായി.
ഉണ്ണിക്കണ്ണന്മാർ, ഗോപികമാർ, കഥക് നൃത്തം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയും നടന്നു. കരൂപ്പടന്നയിൽ നിന്നുള്ള ശോഭായാത്രകൾ കരൂപ്പടന്ന ആശുപത്രി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചു. കരൂപ്പടന്ന പാരിജാതപുരം ക്ഷേത്രത്തിൽ സമാപിച്ചു. വള്ളിവട്ടം മേഖലയിലെ ശോഭായാത്രകൾ ബ്രാലം ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് വള്ളിവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിച്ചു. വെള്ളാങ്ങല്ലൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ വെള്ളാങ്ങല്ലൂരിൽ കേന്ദ്രീകരിച്ച് മഹാശോഭയാത്രയായി വെള്ളാങ്ങല്ലൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. പ്രസാദ വിതരണം, ഭജന എന്നിവ നടന്നു. അഷ്ടമി രോഹിണി ആഘോഷത്തിന്റെ ഭാഗമായി കൽപ്പറമ്പ് പള്ളിപ്പുറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ്, പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ, അവതാരപൂജ എന്നിവ നടന്നു. മനക്കിലപ്പടി അടപ്പയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂജകൾ, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ, അവതാരപൂജ എന്നിവ നടന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷം സൗഹൃദ സംഗമത്തോടെ സമാപിച്ചു. സൗഹൃദ സംഗമം വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് സൗഹൃദ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് തന്നെയാണ് ഈ സംഗമത്തെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരം സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ലോകചരിത്രത്തിൻ്റെയും ഇന്ത്യ ചരിത്രത്തിൻ്റെയും കേരള ചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും എല്ലാം ഉറവിടമായിട്ട് മുസ്ലിംസിൻ്റെ മണ്ണാണെന്ന് പറയുന്നത്. ഇതിലൂടെയാണ് തോമസ് ലീഗ വന്ന കനിയൊക്കെ. ആദ്യമായിട്ട് ജുമാ നടന്ന ചേരമാൻ ജുമാ മസ്ജിദ് എൻ്റെ മണ്ണിലാണ്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും എൻ്റെ മണ്ണിലാണ്. ടിപ്പു സുൽത്താന്റെ തേരോട്ടം നടന്നിട്ടുള്ള ഒന്നാണ്. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കയ്പമംഗലം MLA ET ടൈസൺ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി. കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി മുസ്ഹഫ് ഫോലെ മുഹബ് നബി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മഹല്ല് ഖത്തീബ് ഡോക്ടർ സലീം നദ്വി സന്ദേശ പ്രഭാഷണം നടത്തി. ഖത്തീബ് അബ്ദുൽ അസീസ് നിസാമി, KS കൈസാബ്, LC പോൾ, ഷംസുദ്ദീൻ സുഹരി, മൈത്രയൻ, MK സഗീർ, മഹല്ല് സെക്രട്ടറി VA ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി AN നൌഷാദ് എന്നിവർ സംസാരിച്ചു. പൂവത്തുശ്ശേരി മരിയൻതുരുത്ത് തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. കുർബാന, നേർച്ചയൂട്ട്, പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ ജോസഫ് മാളിയക്കൽ, ഫാദർ റിജോ ആലപ്പാട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അങ്ങയുടെ പരിപാലന പ്രതീക്ഷ നിൽക്കുന്ന ഞങ്ങളെയും ഈ ഭക്ഷണപാനീയങ്ങൾ ഞങ്ങൾക്കായി ഒരുക്കിയവരെയും ആശീർവദിക്കണമേ. ഈ ഭക്ഷണം കുതിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലനിധി കുടിശ്ശിക വരുത്തി പണമടയ്ക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിച്ചതിൽ പ്രതിഷേധം. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.